കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു സമുദായ വിഭാഗത്തിൻ്റെ ഭൂരിപക്ഷ പിന്തുണ ഉറപ്പാക്കുന്നൊരു സംവിധാനമാണല്ലോ കേരള കോൺഗ്രസ്. അത് കുറേ കൂടി സ്പെസിഫിക് ആയി പറഞ്ഞാൽ മുസ്ലിം ദളിത് റെപ്രസെൻറ്റേഷനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിൽ ഇല്ലാതെ പോയത് എന്ന് വേണമെങ്കിൽ പറയാം. സ്വാഗതം ജോയിൻ്റ് സ്റ്റോറിയിലേക്ക്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇതുവരെ നിലവിൽ വന്ന നിയമസഭകളിൽ വിവിധ സമുദായ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഏതളവിലായിരുന്നു എന്ന് പരിശോധിക്കുകയാണ്. നിയമസഭയിൽ മാത്രമല്ല, നിയമസഭാംഗങ്ങളിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ പോലും പ്രാതിനിധ്യ സ്വഭാവം ഉറപ്പാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന പരിശോധനയും ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നടത്തുകയാണ്. 1957 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വിവിധ സമയങ്ങളിലായി നിലവിൽ വന്ന നിയമസഭകളിൽ ചില വിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകളിൽ കാണുന്നത്. ഇതേ പ്രാതിനിധ്യം മന്ത്രിസഭയിലേക്ക് വരുമ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വസ്തുതയും നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശോധിക്കുന്നത്. പക്ഷേ 2021 എത്തുമ്പോൾ ഇത് കുറെ കൂടെ വിവിധ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം അവരുടെ ജനസംഖ്യാ അനുപാതവുമായി താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറെ കൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന വസ്തുതയും അവിടെയുണ്ട്. ബഷീർ, എങ്ങനെയാണ് ഇന്നലെ നമ്മൾ വനിതകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ വിവിധ സമുദായ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഹിന്ദു സമുദായത്തിൽ പെടുന്ന വിവിധ ജാതി വിഭാഗങ്ങളുണ്ട്, മറ്റ് മതവിഭാഗങ്ങളുമുണ്ട്. ഇവരുടെ ഒരു പ്രാതിനിധ്യ സ്വഭാവം എങ്ങനെയാണ് ഈ 1957 മുതൽ 2001 എത്തുമ്പോൾ സഞ്ചരിക്കുന്നത്? ഞാൻ നിയമസഭയാണ് ആദ്യം ചോദിക്കുന്നത്. ആദ്യം നമ്മളിതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിൽ വളരെ ഗ്രാജുവലായിട്ടുള്ള ഒരു ജനാധിപത്യവൽക്കരണ പ്രക്രിയ ഈ പ്രതിനിധാനത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. 1950 മുതൽ ഇങ്ങോട്ട് ഓരോ പതിറ്റാണ്ടിനെ എടുത്താൽ 56 സ്റ്റേറ്റ് ഉണ്ടാകുന്നത്, 57 ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത്. 50 മുതൽ 70 വരെയുള്ള ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു അപ്പർ കാസ്റ്റ് മേധാവിത്വം തന്നെ നിയമസഭയിലും മന്ത്രിസഭയിലും ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ 1970, 80, 90 ഈ 3 പതിറ്റാണ്ട് കൊണ്ട് അതിൻ്റെ ആ ഗ്രാഫിനെ താഴേക്ക് കൊണ്ടുവരാനും അതല്ലെങ്കിൽ ഒരു തരം സമതുലിതാവസ്ഥയിലേക്കുള്ള യാത്ര തുടങ്ങാനും ഉള്ള ലക്ഷണം ഈ 3 പതിറ്റാണ്ടുകളിൽ കാണാം. 1990 ശേഷം 2000 മുതൽ ഇങ്ങോട്ടുള്ള ഘട്ടമെടുത്താൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന വിധത്തിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യത്തിലേക്ക് നിയമസഭാ പങ്കാളിത്തം പോകുന്നത് നമുക്ക് കാണാം. മന്ത്രിസഭയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. 1957 മുതൽ ഇങ്ങോട്ടുള്ള കണക്ക് ദശകം തിരിച്ചെടുത്താൽ ഇപ്പോൾ സവർണ ജനവിഭാഗത്തിൻ്റേത് 40% മുതൽ 45% വരെയാണ്. 45% ആദ്യ ദശകത്തിലെ പ്രാതിനിധ്യം. അത് അടുത്ത ദശകത്തിൽ 1970 അതേപടി തുടരുന്നു, 45% തന്നെ. 80 എത്തുമ്പോൾ 30-35 ആകുന്നു. 90 അത് 25-28 ആകുന്നു. 2000 എത്തുമ്പോൾ 22-25 ആകുന്നു. 2010 അത് 22 ആകുന്നു. 2020 എത്തുമ്പോൾ ഏറ്റവും അവസാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് ഡാറ്റ വെച്ച് നോക്കുമ്പോൾ അത് 21% നിൽക്കുന്നു. മറ്റ് സമുദായങ്ങളുടേത് ഇപ്പോൾ ഈഴവ സമൂഹത്തിൻ്റേത് ആദ്യ ദശകത്തിൽ 8-10%, രണ്ടാമത്തെ ദശകത്തിൽ 12-15%, 1980 15% മുതൽ 18% വരെ, 90 18 മുതൽ 22% വരെ, 2000 ശേഷം 20 മുതൽ 24% വരെ, 2010 മുതലുള്ള 10 വർഷം 23%, 2021 എത്തുമ്പോഴേക്കും ഈഴവ ജനവിഭാഗത്തിൻ്റെ നിയമസഭാ പ്രാതിനിധ്യം 25% നിൽക്കുന്നു. മുസ്ലിങ്ങളുടെ കാര്യത്തിലും ഏതാണ്ട് ഇതേ ഗ്രാഫ് തന്നെയാണ്. ആദ്യ ദശകത്തിൽ 8 മുതൽ 10% വരെ, രണ്ടാമത്തേതിൽ 12 മുതൽ 15 വരെ, 1980 15-18, 90 18-20, 2000 എത്തുമ്പോൾ 20-22%, 2010 22 മുതൽ 24 വരെ, 2021 24%. ഈ വ്യത്യാസം, ഈ ഗ്രാജുവലായിട്ടുള്ള ഈ വ്യത്യാസം നായർ ജനവിഭാഗത്തിൻ്റെയും അതോടൊപ്പം സവർണ ജനവിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം, ആ മേധാവിത്വം കുറഞ്ഞു വരികയും ഈഴവ മുസ്ലിം ജനവിഭാഗത്തിന് പ്രാതിനിധ്യം കൂടി വരികയും ചെയ്യുന്നു. എന്നാൽ 21 അത് ജനസംഖ്യാനുപാതികമാണ് എന്ന് പറയാറായിട്ടില്ല. ഇപ്പോഴും
നായർ വിഭാഗത്തിൻ്റെയും സവർണ വിഭാഗത്തിൻ്റെയും മേധാവിത്വം തുടരുന്നുണ്ട്. അതല്ലെങ്കിൽ എണ്ണം കൂടുതലാണ്. പക്ഷേ ഒരു വളർച്ച മറ്റ് ജനവിഭാഗങ്ങളിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ തോത് വർദ്ധിക്കുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ ക്രിസ്ത്യൻ നിയമസഭാ പങ്കാളിത്തത്തിൻ്റെ കാര്യമെടുത്താൽ ആദ്യ ദശകത്തിൽ 15-17, 1970-കളിൽ 17-18, 80-കളിൽ 17-18, 90-കളിൽ 19-20, 2000 ആണ്ടെത്തുമ്പോൾ 19-20, 2010-ൽ 21-22, 2021-ലെത്തുമ്പോൾ 22%. എന്ന് പറഞ്ഞാൽ 1957 മുതൽ 17 മുതൽ 22% വരെ വളരെ സ്റ്റേബിളായ ഒരു നിയമസഭാ ഏതാണ്ട് ഒരു കേരളത്തിലെ ക്രിസ്ത്യൻ ജനസംഖ്യയോട് ആനുപാതികമായ റെപ്രസെൻറ്റേഷൻ തുടക്കം മുതൽ 1957 മുതൽ ഇങ്ങോട്ടുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ ആ ജനസംഖ്യാനുപാതത്തിനും അതിൽ കൂടുതൽ റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ നിയമസഭയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനുണ്ട് എന്ന് പറയാം. എന്നാൽ ദളിത് ജനവിഭാഗത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ അതൊരു മറ്റൊരു സിനാരിയോ ആണ്. കാരണം 10% സംവരണം എന്നതവിടെ ഉണ്ട്. തുടക്കം മുതൽ അവസാനം വരെ 10%, 11%. 1957-ൽ 9 മുതൽ 11 വരെ, മീൻസ് 50-60 ദശകങ്ങളിൽ 9 മുതൽ 11% വരെ, തുടർന്നത് 10-11, 10-11, 10-11, ഏറ്റവും ഒടുവിൽ 11%. വളർച്ചയില്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന സംവരണം നടപ്പിലാക്കിയത് കൊണ്ട് മാത്രം ആ നിശ്ചിത ശതമാനം നിയമസഭാ പങ്കാളിത്തം ആ ജനവിഭാഗത്തിന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അത് ഭരണഘടന നിഷ്കർഷിച്ചിരിക്കുന്ന സംവരണ തത്വങ്ങൾ വളരെ കർശനമായി രാഷ്ട്രീയ പാർട്ടികൾ പാലിക്കുകയും അല്ലെങ്കിൽ നിർബന്ധിതമായതുകൊണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ തന്നെ സംവരണം ചെയ്യപ്പെട്ടതുകൊണ്ട് അവർ നിർബന്ധിതമാകും. ഇതിൻ്റെ കോൺട്രഡിക്ഷൻ നമുക്ക് യഥാർത്ഥത്തിൽ മന്ത്രിസഭാ പങ്കാളിത്തത്തിലേക്ക് വരുമ്പോൾ കാണാം. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അധികാരം കൈയാളുന്ന ഒരു ജനവിഭാഗം ചരിത്രത്തിലുടനീളം മേധാവിത്വം പുലർത്തിപ്പോരുന്ന രീതി പല സംസ്ഥാനങ്ങളിലും കാണാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് രാഷ്ട്രീയ പ്രാതിനിധ്യം ഒട്ടുമേ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ചില മന്ത്രിസഭകൾ, ചില നിയമസഭകൾ എത്തിച്ചേരുന്ന അവസ്ഥ കാണാം. ആ അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു ജനവിഭാഗത്തിനും, മേജർ ജനവിഭാഗങ്ങൾക്കുണ്ടായിട്ടില്ല. ഇൻറ്റേർണലി അത് റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് മറ്റൊരു വിഷയമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല. ആ പ്രാതിനിധ്യത്തിലെ ഒരു ജനാധിപത്യ വിരുദ്ധമായ കേന്ദ്രീകരണം കുറഞ്ഞു വരുന്നതും നമുക്ക് കേരളത്തിൻ്റെ കാര്യത്തിൽ കാണാം. അതാണ് ഒരുപക്ഷെ നമ്മുടെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഔട്ട്കം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ വേറൊന്നുകൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഹിന്ദു വിഭാഗത്തിൽ ഇപ്പം നായർ, നമ്പൂതിരി, ഈഴവ എന്നതൊഴിച്ചു കഴിഞ്ഞാൽ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന നിരവധി സമുദായങ്ങൾ ഹിന്ദു വിഭാഗത്തിലുണ്ട്. ഏതാണ്ട് 100-ന് മേൽ സമുദായങ്ങൾ ഹിന്ദു വിഭാഗത്തിലുണ്ട്. ആ സമുദായങ്ങളിൽ നിന്ന് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും നിയമസഭയിലേക്ക് പ്രതിനിധികൾ എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. പക്ഷേ അതിലും ഈ 1957 മുതൽ 2021 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ വലിയ മാറ്റം അതിലും കാണാൻ സാധിക്കുന്നുണ്ട്. വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കാനും മത്സരിപ്പിച്ച് ജയിപ്പിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവുന്ന കാഴ്ച നമ്മൾ പിൽക്കാലത്ത് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 2021 ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ 2021-ൽ കുംഭാര വിഭാഗത്തിൽ നിന്ന്, അതുപോലെ മണിയാണി വിഭാഗത്തിൽ നിന്ന്, കുശവ വിഭാഗത്തിൽ നിന്ന്, അതുപോലെ വിശ്വകർമ്മ വിഭാഗത്തിൽ നിന്ന്, ധീവര വിഭാഗത്തിൽ നിന്ന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ AV താമരാക്ഷനെ പോലെ ഒക്കെയുള്ള ആളുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നാടാർ വിഭാഗത്തിൽ നിന്ന്, ഗണക വിഭാഗത്തിൽ നിന്ന്, ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് 6-7 വിഭാഗങ്ങൾ, പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വിവിധ സെക്റ്റുകളിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ്സ് കേരള നിയമസഭയിൽ 2021 ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെ ഒരു റെപ്രസെൻറ്റേഷൻ ഒരുപക്ഷെ ഇതിന് മുമ്പത്തെ നിയമസഭകളിൽ അത്രത്തോളം ഉണ്ടായിട്ടില്ല. മുമ്പാലത്ത് ഇപ്പോൾ എഴുത്തച്ഛൻ വിഭാഗത്തിൽ നിന്ന് MLA ഉണ്ടായിട്ടുണ്ട്, വിശ്വകർമ്മ വിഭാഗത്തിൽ നിന്നോ ധീവര വിഭാഗത്തിൽ നിന്നോ ഒക്കെ MLA ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഡിഫറൻറ്റ് സെക്ടറുകളിൽ നിന്ന് MLAമാരുണ്ടായത് ഈ 2021 മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സ്ട്രാറ്റജിക്കലി വളരെ പ്രോഗ്രസീവായ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു ഏറ്റവും അവസാന കാലത്ത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നിയമസഭാ പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ ഒരു ജനസംഖ്യക്ക് തുല്യമായ അവസ്ഥയിലേക്ക് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ നമ്പർ വളരുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാജീവ് പറഞ്ഞ പോലെ ഹിന്ദു സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് ഉള്ള റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിൽ റൊട്ടേറ്റിംഗ്
വ്യവസ്ഥയിലെങ്കിലും ആ റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുന്നൊരു സാഹചര്യം സംസ്ഥാന നിയമസഭയിൽ വരുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. പക്ഷേ ഇതിന്ന് തീർത്തും ഭിന്നമായൊരു സാഹചര്യമാണ് നമ്മൾ മന്ത്രിസഭാ രൂപവൽക്കരണം എടുത്തു കഴിഞ്ഞാൽ കാണുക. കാരണം വെച്ചാൽ മന്ത്രിസഭാ രൂപവൽക്കരണം എടുക്കുമ്പോൾ സവർണ വിഭാഗത്തിന് അത് ഹിന്ദു വിഭാഗത്തിലെ സവർണരാണെങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിലെ സവർണർ, ക്രിസ്ത്യൻ വിഭാഗത്തിൽ സവർണരുണ്ടോ എന്നൊരു ചോദ്യം വേറെയുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ മേൽത്തട്ട് എന്ന് പറയാം. ആ മേൽത്തട്ടിലുള്ളവരുടെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ എക്രോസ്, അതായത് 1957 മുതൽ 2021 വരെ ഉള്ള മന്ത്രിസഭകൾ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിഭാഗത്തിന് വലിയ മേധാവിത്വം മന്ത്രിസഭാ രൂപവൽക്കരണ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതിലിപ്പോൾ എല്ലാ നേതാക്കളും അവരവരുടെ ജാതി ഘടകമാക്കിക്കൊണ്ട് നേതൃപദവിയിലേക്കോ മന്ത്രിസഭയിലേക്കോ എത്തിയവരാണ് എന്നുള്ള അർത്ഥത്തിലല്ല നമ്മളിത് പറയുന്നത്. പക്ഷേ സമുദായം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ജനസംഖ്യാനുപാതികമായ റെപ്രസെൻറ്റേഷൻ അത് താരതമ്യം ചെയ്യുമ്പോൾ ചില വിഭാഗങ്ങൾക്ക് വലിയ അപ്പർ ഹാൻഡ് മന്ത്രിസഭാ രൂപവൽക്കരണത്തിൽ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിസഭാംഗങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ ഉദാഹരണത്തിന് നായർ കമ്മ്യൂണിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ കാലയളവിൽ, അതായത് 1957 മുതൽ 2001 വരെയുള്ള കണക്കെടുത്താൽ ഏതാനും 100നും 120നും ഇടയിൽ, 115ഓ 116ഓ ആണ് എക്സാക്റ്റ് നമ്പർ എന്ന് എനിക്ക് തോന്നുന്നു, അത്രയും മന്ത്രിസഭാംഗങ്ങളെ ആ കമ്മ്യൂണിറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ജനസംഖ്യ ജനസംഖ്യയുമായിട്ട് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഏതാണ്ട് വലിയ ശതമാനം അധികമാണ് അവരുടെ കണക്ക്. അതേസമയം ഈഴവ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ പ്രാതിനിധ്യം അവർക്ക് ഈ കാലയളവിൽ, ഇത് ഒരു മന്ത്രിസഭയുടെ കാലയളവല്ല പറയുന്നത്, 1957 മുതൽ ഇന്ന് വരെയുള്ള മന്ത്രിസഭകളുടെ കാലപരിധി നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ റെപ്രസെൻറ്റേഷൻ മന്ത്രിസഭയിൽ ഈഴവ വിഭാഗത്തിന് കിട്ടിയിട്ടില്ല. പക്ഷേ അത് നിയമസഭാ പങ്കാളിത്തത്തിലുള്ള അത്രയും ഒരു വേഗത്തിലല്ല അത് പോകുന്നത് എന്ന് വേണമെങ്കിൽ കാണാം. അതിൻ്റെ ഈ ദശകം തിരിച്ചുള്ളൊരു കണക്കെടുത്താൽ 1950കളിൽ അപ്പർ കാസ്റ്റ് വിഭാഗത്തിൽ നിന്ന് മന്ത്രിസഭയിലുണ്ടായിരുന്നത് 45 മുതൽ 50% വരെ പ്രാതിനിധ്യം, ഈഴവ വിഭാഗത്തിൽ നിന്ന് 5 മുതൽ 8% വരെ, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 5 മുതൽ 8% വരെ, ക്രൈസ്തവ വിഭാഗത്തിൽ നേരത്തെ നിയമസഭാ പങ്കാളിത്തം പറഞ്ഞതുപോലെ തന്നെ 15 മുതൽ 18% വരെ. 1970കളിലെത്തുമ്പോൾ സവർണ വിഭാഗത്തിൻ്റേത് 40-45%, OBC ഈഴവ വിഭാഗത്തിൻ്റേത് 10-12%, മുസ്ലിങ്ങളുടേത് 10-12%, ക്രൈസ്തവ വിഭാഗത്തിൻ്റേത് 18 മുതൽ 20% വരെ. 80കളിൽ സവർണ വിഭാഗത്തിൻ്റേത് 35-40 കുറയുന്നു, ഈഴവ 15 വർദ്ധിക്കുന്നു, മുസ്ലിങ്ങളുടേത് 10-12 തുടരുന്നു, ക്രിസ്ത്യാനികളുടേത് 18-20 തുടരുന്നു. 1990കൾ എടുക്കുമ്പോൾ വീണ്ടും സവർണ വിഭാഗത്തിൻ്റേത് 30-35 കുറയുന്നു, ഈഴവ വിഭാഗത്തിൻ്റേത് 15 മുതൽ 18 വരെ ആയി ഉയരുന്നു, മുസ്ലിങ്ങളുടേത് അല്പം കൂടി വർദ്ധിച്ച് 12 മുതൽ 15% വരെയാകുന്നു, ക്രിസ്ത്യാനികളുടേത് 18-20% തുടരുന്നു. 2000 ആണ്ട് മുതൽ 2010 വരെയുള്ളത് സവർണ വിഭാഗത്തിൻ്റേത് 25-30% വീണ്ടും കുറയുകയാണത്, ഈഴവ വിഭാഗത്തിൻ്റേത് 18-22 ഉയരുന്നു, മുസ്ലിങ്ങളുടേത് 12-15 തുടരുന്നു, ക്രിസ്ത്യാനികളുടേത് 18-20 തുടരുന്നു. 2021 കണക്കെടുത്താൽ അപ്പർ കാസ്റ്റ് 33%, ഈഴവ 24%, മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം 15%, ക്രിസ്ത്യൻ പ്രാതിനിധ്യം 19% എന്നാണ് അതിൻ്റെ കണക്ക് വരുന്നത്. നിയമസഭാ പ്രാതിനിധ്യത്തിൽ ഒരു കൺസിസ്റ്റൻസി അവകാശപ്പെടാൻ സാധിക്കുക ഒരുപക്ഷെ ക്രിസ്ത്യ വിഭാഗത്തിനായിരിക്കും. നിയമസഭാ പങ്കാളിത്തത്തിലും മന്ത്രിസഭാ പങ്കാളിത്തത്തിലും അതങ്ങനെ കൺസിസ്റ്റൻസി. മുസ്ലിം പ്രാതിനിധ്യം വർദ്ധിച്ചു വരുന്നതായി കാണാം, ഈഴവ പ്രാതിനിധ്യം വർദ്ധിച്ചു വരുന്നതായി കാണാം, അപ്പർ കാസ്റ്റിൻ്റേത് കുറഞ്ഞു വരുന്നതായി കാണാം. എന്നാൽ നിയമസഭയിലുള്ള ആ ജനാധിപത്യവൽക്കരണ പ്രക്രിയ അധികാര കേന്ദ്രത്തിലേക്ക്, കൂടുതൽ അധികാരമുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ കാണുന്നില്ല. അതിൻ്റെ ആ ട്രാൻസ്ഫോർമേഷൻ്റെ വേഗം കുറച്ചുകൂടെ കുറവാണ് എന്ന്. നിയമസഭയിൽ ഉണ്ടായ അത്ര വേഗം മന്ത്രിസഭ അധികാര കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവില്ല. ഇതിൻ്റെ മറ്റൊരു കണക്ക് കൂടി ടാബുലേറ്റ് ചെയ്തെടുത്താൽ ഈ അസംബ്ലി ക്യാബിനറ്റ് ഗ്യാപ്പ് 2021 വരെയുള്ള കണക്കെടുത്തിട്ട് അപ്പർ കാസ്റ്റിൻ്റേത് 15 മുതൽ 18% വരെയാണ് പോപ്പുലേഷൻ, 12 മുതൽ 14% വരെയാണ് സവർണ വിഭാഗത്തിൻ്റെ ജനസംഖ്യ. MLA-മാരുടെ അവർ വീൽഡ് ചെയ്യുന്ന MLA-മാരുടെ എണ്ണം 21%, മന്ത്രിമാരുടെ എണ്ണം 33%. അതായത് ജനസംഖ്യ 12-14%, MLA-മാർ 21%,
മന്ത്രി സ്ഥാനം 33%. അത് ഈഴവ വിഭാഗത്തിൻ്റെത് എടുക്കുമ്പോൾ ജനസംഖ്യ 23-24%, MLA മാർ 25%, മന്ത്രിമാരുടേത് പക്ഷേ 24%. മുസ്ലിങ്ങളുടെ കാര്യത്തിലെടുക്കുമ്പോൾ 26.5% ജനസംഖ്യ, MLA മാർ 24%, മന്ത്രിസ്ഥാനം 14%. ക്രൈസ്തവ വിഭാഗത്തിൻ്റെത് എടുക്കുമ്പോൾ പോപ്പുലേഷൻ 18%, MLA മാർ 22%, മന്ത്രിസ്ഥാനം 19%. ഏറെക്കുറെ ജനസംഖ്യാനുപാതികമായി നിൽക്കുന്നതും സ്റ്റേബിളായി നിൽക്കുന്നതും ഒരു സ്ഥിരതയുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതും ക്രൈസ്തവ സമൂഹത്തിനാണ് എന്ന് കാണാം. ഇതിൽ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്ഥിരതയെക്കുറിച്ച് പറയുമ്പോൾ ഈ റീസെൻ്റായിട്ട് ഒരുപാട് തർക്കങ്ങളുണ്ടായത് ഈ രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച്, മുസ്ലിം ക്രിസ്ത്യൻ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മന്ത്രിസഭയിലെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ടായിരുന്നു. തർക്കത്തിൻ്റെ ശരിക്കുള്ള അതിൻ്റെ എവല്യൂഷൻ സത്യം പറഞ്ഞാൽ 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മുസ്ലിം ലീഗ് ഒരു അഞ്ചാമതൊരു മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുകയും അത് അനുവദിക്കപ്പെടുകയും ചെയ്ത ഘട്ടത്തിലാണ് വലിയ തർക്കമായിട്ടത് രൂപപ്പെട്ടത്. സത്യം പറഞ്ഞാൽ അതിൽ തർക്കത്തിന് യാതൊരു സ്കോപ്പില്ലാത്ത, കാരണം ജനസംഖ്യാനുപാതികമായൊരു പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണെങ്കിൽ മുസ്ലിം സമുദായത്തിന് 6 മന്ത്രിസ്ഥാനം കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കേരളത്തിൽ സംഭവിക്കാനില്ല. അപ്പോൾ പക്ഷേ അതൊരു വലിയ തർക്കവിഷയമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ ആ തർക്കവിഷയം മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ 957 മുതലുള്ള ഇപ്പോൾ ഈ മന്ത്രിമാരുടെ ശതമാന കണക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളത് വളരെ കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞല്ലോ. നമ്മൾ മന്ത്രിമാരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ആകെ ഒരേ ഒരു മന്ത്രിസഭയിൽ മാത്രമാണ് 969 അച്യുതമേനോൻ മന്ത്രിസഭയിൽ മാത്രമാണ് ക്രിസ്തീയ വിഭാഗത്തിൽ നിന്ന് ഒരാൾ മാത്രം മന്ത്രിയായിരിക്കുന്നത്. ബാക്കി ഏതാണ്ട് എല്ലാ മന്ത്രിസഭയിലും 2 അതിലധികമോ അംഗങ്ങൾ ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നുള്ള ക്രിസ്തീയ മതത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഇവിടെ വീണ്ടും ഒരു കാര്യം പറയാം, അവർ ക്രിസ്തു മതത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് മന്ത്രിമാരായതാണ് എന്നതിനർത്ഥമല്ല. ഇപ്പോൾ RSP നേതാവ് ബേബി ജോൺ, ഒരു ഉദാഹരണം പറയുകയാണ്, ബേബി ജോൺ മന്ത്രിയാവുന്നത് അദ്ദേഹം ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, അദ്ദേഹം RSPയുടെ നേതാവ്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന് നമ്മൾ അങ്ങനെ ആട്രിബ്യൂട്ട് ചെയ്യേണ്ടതില്ല, അവരുടെ സമുദായം തിരിച്ച് ആട്രിബ്യൂട്ട് ചെയ്യേണ്ടതില്ല. എന്നാൽ ഒരു ജനാധിപത്യ സൊസൈറ്റി സ്വാഭാവികമായും അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ അതിൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നത് അതിൻ്റെ പ്രോഗ്രഷൻ്റെ ഭാഗമാണ്. ആ നിലക്ക് മാത്രം ഈ ചർച്ചയെ കണ്ടാൽ മതി. അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ 5ാം മന്ത്രി സംബന്ധിച്ചുള്ള ഒരു തർക്കം ഉയരുന്ന സമയത്ത് അന്നത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മുസ്ലിങ്ങളായ 6 പേർ മന്ത്രിസഭയിലുണ്ടായിരുന്നു. കോൺഗ്രസിൽ നിന്നുള്ള ഒരാൾ, മുസ്ലിം ലീഗിൽ നിന്ന് 5 പേര്, 4 പേര്, പിന്നെ ഒരാളെ ആഡ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ കോൺട്രവേഴ്സി. ഇത് നടക്കുന്നത് 2011 1970 CH അച്യുതാനന്ദൻ മന്ത്രിസഭ എടുത്തു കഴിഞ്ഞാൽ അന്ന് 6 പേർ ക്രിസ്തീയ വിഭാഗത്തിൽ നിന്ന് മന്ത്രിസഭയിലുണ്ടായിരുന്നു. ക്രിസ്തീയ വിഭാഗത്തിൽ നിന്ന് കേരളത്തിലെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 18% മാത്രം വരുന്ന ക്രിസ്തീയ വിഭാഗത്തിൻ്റെ പ്രതിനിധികളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന 6 പേർ. കാലത്ത് പോപ്പുലേഷൻ പക്ഷേ 21% മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെങ്കിലും പക്ഷേ 6 പേരുണ്ടായിരുന്നു. അന്ന് കേരളത്തിൽ യാതൊരു കോൺട്രവേഴ്സിയും ഉണ്ടായില്ല. 6 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും അക്കാലത്തുണ്ടായില്ല. അത് കഴിഞ്ഞ് വേറൊരു കൗതുകവും കൂടിയുണ്ട്. CH മുഹമ്മദ് കോയ, മുസ്ലിം ലീഗിൻ്റെ നേതാവ് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയാവുന്ന 1978 CH മുഖ്യമന്ത്രി, മുസ്ലിം പ്രതിനിധിയും CH മാത്രം. ആ മന്ത്രിസഭയിൽ പോലും 2 അംഗങ്ങൾ ക്രിസ്തീയ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ പേരിലെങ്കിലും ക്രിസ്ത്യാനികളായ 2 പേർ ആ മന്ത്രിസഭയിലുണ്ടായിരുന്നു. അപ്പോൾ എക്രോസ് എന്താ പറയുക, 957 മുതൽ 2001 വരെ എടുത്തു കഴിഞ്ഞാൽ വിവിധ മന്ത്രിസഭകളിലായിട്ട് ക്രിസ്തീയ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം, അത് പ്രാതിനിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിമാരുടെ എണ്ണത്തിൽ മാത്രമല്ല, അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുടെ കാര്യത്തിൽ പോലും ഒരു ബലമുണ്ടായിരുന്നു. 5ാം മന്ത്രിസ്ഥാനം എന്നത് മുസ്ലിങ്ങൾക്ക് 6ാം മന്ത്രി വരുന്നു അല്ലെങ്കിൽ 5ാം മന്ത്രി വരുന്നു എന്നതിനെ ചൊല്ലി എന്നതിനേക്കാൾ ഒരു സമുദായ സംഘടനയായ മുസ്ലിം ലീഗിന് കീഴിലേക്ക് 5 മന്ത്രിമാരെത്തുന്നു എന്ന രീതിയിൽ കൂടിയാണ് അത് ഒരു സ്വത്ത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് 5ാമതൊരു മന്ത്രി കൂടി എത്തുന്നു എന്നൊരു തലം കൂടി ആ കോൺട്രവേഴ്സിക്കുണ്ട്. അങ്ങനെയല്ലെങ്കിൽ ആ വിവാദത്തിൻ്റെ 6ാം മന്ത്രിസ്ഥാനം എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ 5ാം മന്ത്രിസ്ഥാനം എന്നാണ്. പക്ഷേ അങ്ങനൊരു വിവാദം ഉടലെടുക്കുമ്പോൾ പോലും നമ്മൾ വേറൊരു കാര്യം കൂടെ ആലോചിക്കണം. ഏതാണ്ട് ഇതേ സ്വഭാവത്തിലുള്ള കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ വിവിധ മുന്നണികളിലായിട്ട് സ്ഥാനം ഉറപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ ഈ 980 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വിവിധ കാലഘട്ടങ്ങളിൽ വന്ന മന്ത്രിസഭകളിൽ ക്രിസ്തീയ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വളരെ എന്താ പറയുക സ്റ്റേബിളായി നിലനിർത്താൻ സാധിച്ചതെന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അവിടെ ഈ സാമുദായിക ഘടകം ഒരു പരിഗണനാ വിഷയമേമല്ല. എന്തൊക്കെ പറഞ്ഞാലും കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു സമുദായ വിഭാഗത്തിൻ്റെ
ലീഗിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ ആ സമുദായ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെ ഭൂരിപക്ഷ പിന്തുണ ഉറപ്പാക്കുന്നൊരു സംവിധാനമാണല്ലോ കേരള കോൺഗ്രസും. അപ്പോൾ കേരള കോൺഗ്രസ് ഈ വിധത്തിൽ ഭിന്നിച്ചോ ഒന്നിച്ചോ മുന്നണികളുടെ ഭാഗമായി നിന്നുകൊണ്ട് ബാർഗൈനിങ് പവർ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ മേടിച്ചെടുക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവുന്നില്ല. അതേസമയം മുസ്ലിം ലീഗ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഒരു മന്ത്രിസ്ഥാനം കൂടി, അത് തരണം എന്ന് പറയുമ്പോൾ അതൊരു 5-ാം മന്ത്രി വിവാദവുമായിട്ടും അത് സ്വത്വവാദവുമായിട്ടും ഒക്കെ ലിങ്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട് തീർച്ചയായും. അത് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ CH മന്ത്രിസഭയുടെ കാര്യം രാജീവ് പറഞ്ഞല്ലോ. CH മന്ത്രിസഭയെ ഒരു മുഴുവൻ മന്ത്രിസഭ എന്ന് പോലും പറയാൻ പറ്റില്ല. 56 ദിവസം മാത്രമായിരുന്നു. അതൊരു കെയർടേക്കർ മന്ത്രിസഭയുടെ സ്വഭാവത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി മുസ്ലിമായിട്ട് പോലും മറ്റൊരു മുസ്ലിം മന്ത്രിയെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയാത്ത വിധത്തിലായിരുന്നു അന്നത്തെ രാഷ്ട്രീയ സംവിധാനം. അതൊക്കെ ഉണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു സമുദായ സംഘടനയ്ക്ക് കീഴിൽ ഒരു സമുദായം സംഘടിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിസന്ധി കൂടി ഈ 5-ാം മന്ത്രി സ്ഥാനത്തിൻ്റെ കാര്യത്തിലുണ്ട് എന്ന് മാത്രം. കോൺട്രവേഴ്സിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു പോകണം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ പ്രധാനപ്പെട്ട അധികാര സ്ഥാനങ്ങളുടെ കണക്കെടുക്കുമ്പോഴേ മുഖ്യമന്ത്രിമാരുടെ എണ്ണം എടുത്താലും അല്ല മുഖ്യമന്ത്രിമാരുടെ പ്രാതിനിധ്യ സ്വഭാവം എടുത്താലും ഇതേ ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പർ കാസ്റ്റ് ഹിന്ദുസ് പ്ലസ് ക്രിസ്ത്യൻസാണ് കൂടുതൽ കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് 3 ടേമിലായിട്ട് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള 3 പേർ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ഏതാണ്ട് പിന്നെയുള്ള അല്പകാലം 56 ദിവസം CH മുഹമ്മദ് കോയ ഒഴിച്ചാൽ ബാക്കി ഒരു വിഭാഗത്തിനും ആ ഭാഗത്തേക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ടായിട്ടില്ല. അത് കുറേ കൂടി സ്പെസിഫിക് ആയി പറഞ്ഞാൽ മുസ്ലിം ദളിത് റെപ്രസെൻറ്റേഷനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിൽ ഇല്ലാതെ പോയത് എന്ന് വേണമെങ്കിൽ പറയാം. നായർ അപ്പർ കാസ്റ്റ് വിഭാഗത്തിന് കിട്ടിയിട്ടുണ്ട്, ക്രൈസ്തവർക്ക് കിട്ടിയിട്ടുണ്ട്, ഈഴവർക്ക് കിട്ടിയിട്ടുണ്ട്. മുസ്ലിം ദളിത് ജനവിഭാഗത്തിൽ നിന്ന് ഒരു തരത്തിലും അത്തരത്തിലുള്ള നേതാക്കന്മാർ ഉയർന്നു വരികയോ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയോ ചെയ്തില്ല 56 ദിവസത്തെ CHൻ്റെ മുഖ്യമന്ത്രി പദം ഒഴിച്ചാൽ. അതൊരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റാണ്. കാരണം ആ വിഭാഗത്തിൽ നിന്ന് നേതാക്കൾ ഉയർന്നു വരാത്തതുകൊണ്ടാണോ അതോ ഉയർന്നു വന്ന നേതാക്കൾക്ക് ആ പദവി കൊടുക്കാൻ രാഷ്ട്രീയ സംവിധാനങ്ങൾ തയ്യാറാകാത്തതാണോ മറ്റൊരു ചർച്ചാ വിഷയമാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഈ മുസ്ലിം ദളിത് വിഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്താതിരുന്നത് എന്നത് വേറൊരു ചർച്ചാ വിഷയമാണ്. അത് നമ്മൾ അടുത്ത എപ്പിസോഡുകളിലായിട്ട് എടുക്കും. എന്തുകൊണ്ട് ആ പദവികളിലേക്ക് ഈ വിഭാഗങ്ങളിൽ നിന്ന് നേതാക്കൾ എത്തിയില്ല എന്ന വിഷയം. എന്തായാലും സമുദായങ്ങളുടെ പ്രാതിനിധ്യം കേരള നിയമസഭയിൽ അതിൻ്റെ ചരിത്രം മുതൽ ഇങ്ങോട്ടുള്ള യാത്രയിൽ ജനങ്ങളുടെ ജനസംഖ്യാനുപാതികമായൊരു പ്രാതിനിധ്യത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പോസിറ്റീവായ സംഗതി അവിടെയുണ്ട്. അത് പോസിറ്റീവായ സംഗതി ആയിരിക്കെ തന്നെ വിവിധ വിഭാഗങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് ആരും ഇതേവരെ നിയമസഭയിൽ എത്താതിരുന്ന സമുദായങ്ങളുടെ എണ്ണവും കേരളത്തിൽ ധാരാളമുണ്ട് എന്നുള്ളത് മറന്നുകൂടാ. പ്രത്യേകിച്ച് മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട നിരവധിയായ സമുദായങ്ങളുടെ പ്രതിനിധികൾ ഇതുവരെ ഒരിക്കൽ പോലും നിയമസഭ കണ്ടിട്ടില്ല. അങ്ങനെ നിയമസഭ കണ്ട വിഭാഗങ്ങളിൽ തന്നെ അവരിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് എത്തിയവരുടെ എണ്ണവും തുലോം കുറവാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. യുവൻ്റെ സ്റ്റോറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡ് വീണ്ടും കാണാം.